ക്യാറ്റ് എക്സാം എഴുതുന്ന കുട്ടികളുടെ പ്രത്യേകത നിങ്ങൾക്ക് മുമ്പ് ഇനിയുള്ളത് വളരെ തുച്ഛമായ സമയമാണ്. കറക്റ്റായി പറഞ്ഞാൽ ഏകദേശം ഒരു 90 ദിവസം മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ഈ 90 ദിവസം കൊണ്ട് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ക്യാറ്റ് എന്ന സ്വപ്നം സ്വന്തമാക്കാം. അതിനായി ഒരു സ്റ്റഡി പ്ലാനാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ 1-ാം ദിവസം മുതൽ 30-ാം ദിവസം വരെ ഫോളോ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിലബസ് നന്നായി പഠിച്ച് നല്ലൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നതാണ്. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സിലബസിലുള്ള വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ഇതിനെല്ലാം തന്നെ ദിവസം ഒരു 2-3 മണിക്കൂർ വീതം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിലബസ് ഈ ഒരു 30 ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 31-ാമത്തെ ദിവസം മുതൽ 60-ാമത്തെ ദിവസം വരെ ഇനി നമുക്ക് പ്രധാനമായി ചെയ്യാനുള്ളത് മോക്ക് ടെസ്റ്റുകളാണ്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് പോയിന്റ് കണ്ടെത്താനും ചോദ്യങ്ങൾ എങ്ങനെ വരുമെന്ന് മനസ്സിലാക്കാനും അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കാനും മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ സഹായിക്കും. ഇതാണ് നിങ്ങൾ ഈ ഒരു 31-ാമത്തെ ദിവസം മുതൽ 60-ാമത്തെ ദിവസം വരെ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനിയുള്ള 30 ദിവസങ്ങൾ, അതായത് 61-ാം ദിവസം മുതൽ 90-ാം ദിവസം വരെ ഇവിടെ നമുക്ക് നല്ല കഠിനമായ പരിശീലനം തന്നെ വേണ്ടിവരും. അതായത് കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി പഴയ ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് കണ്ടെത്താനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ബിൽഡ് ചെയ്ത് അവസാന 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫുൾ സിലബസ് ഒന്ന് റിവൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായി തന്നെ ക്യാറ്റ് എക്സാം എഴുതി തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കിയ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുക. ക്യാറ്റ് എക്സാമിൽ നല്ലൊരു റിസൾട്ട് സ്വന്തമാക്കുക.